என் நெஞ்சில் குடியிருக்கும் அன்பான புள்ளிகளுக்கும் நண்பா நண்பிகளுக்கும் விஜய் சார் சும்மா அப்படி பண்ணா போதும். அமைதின்னு சொன்னாலே இவ்வளவு குழந்தையோட ஒரே கேங் இதுதான். Betting. I don't like it, but betting likes me. I can't avoid. Hello friends, welcome to the Lucky Man YouTube channel. ഇന്നേക്ക് നമ്മൾ ഓൾമോസ്റ്റ് 1 ഇയർ കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട്. നമ്മൾ വന്നിട്ട് ഓൾമോസ്റ്റ് 21 വീഡിയോസോളം അപ്ലോഡ് ചെയ്തു. ഒരു വർഷത്തിൽ ഓൾമോസ്റ്റ് ഒരു 399 സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ ഉണ്ടാക്കി ഗൈസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ഒരുപാട് നല്ല വ്യൂസും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ വ്യൂസും കണ്ട എല്ലാവർക്കും ഒരു താങ്ക് യു. അപ്പോൾ 400 സബ്സ്ക്രൈബായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച വീഡിയോ ആയിരുന്നു. പക്ഷേ ഓൾമോസ്റ്റ് ഒരു 1.5 ആഴ്ച വെയിറ്റ് ചെയ്തിട്ടും അതിൽ മാറ്റില്ല എന്ന് കണ്ടപ്പോഴാണ് വൈപ്പിക്കണ്ട 399 നല്ല നമ്പറാണല്ലോ വെച്ചിട്ട് ഇന്നേക്ക് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ തംബ്നെയിലിൽ കണ്ടപ്പോൾ തന്നെ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ വന്നിട്ട് ഒരു ബെറ്റിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ട് ഒരു ബെറ്റിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ആപ്പിന്റെ പേര് വന്നിട്ട് 1xBet ആണ്. നിങ്ങൾ പലരും വന്നിട്ട് പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ക്രിക്കറ്റ് കളിക്കാരൻ ഡെയിൻ ബ്രാവോന്റെ പരസ്യം, ആൾ ബാറ്റ് എടുത്ത് വീശുമ്പോൾ ഉള്ളൊരു തരം പരസ്യം വരുന്നുണ്ട്. പുള്ളിയുടെ അംബാസഡർഷിപ്പിലൊക്കെ കാണിച്ചിട്ട് ഈ ആപ്പിന്റെ പരസ്യം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ റീസെന്റ് വന്നിട്ട് നല്ല രീതിയിൽ ഹൈക്ക് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ ബൂം ചെയ്തു തന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ 1xBet. കാരണം നമ്മുടെ Dream 11 IPL ഒക്കെ കഴിഞ്ഞാൽ എല്ലാവരും ആ ആപ്പുകളൊക്കെ ഡൗൺ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കുറച്ചും കൂടി സിമ്പിളായിട്ട് പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു പൂതിക്ക് അത് ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇങ്ങനത്തെ ആപ്ലിക്കേഷനൊക്കെ പൊന്തി വരുന്നത്. ഓൾമോസ്റ്റ് ഞാനിപ്പോൾ ഈ ആപ്പ് വന്നിട്ട് ഒരു 2 ആഴ്ചയോളം യൂസ് ചെയ്തു. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെയാണ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 1xBet വന്നിട്ട് 2007 ഈ കമ്പനി വന്നിട്ട് രജിസ്റ്റേർഡ് ആയിരിക്കുന്നത്. ഇന്ത്യ ബേസ്ഡ് കമ്പനിയാണ്. പക്ഷേ ഈ കമ്പനിയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ വന്നിട്ട് സൈപ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇത് വന്നിട്ട് ഒരു മിഡിൽ ഈസ്റ്റ് ഭാഗത്തുള്ള ഒരു കൺട്രി, അതായത് ഒരു ഐലൻഡാണിത്. ഐലൻഡാണ്, ഒരു രാജ്യം തന്നെയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെയാണ് ഈ കമ്പനിയുടെ വന്നിട്ടുള്ള രജിസ്റ്റേർഡ് അഡ്രസ്സ് ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇവർ വന്നിട്ട് ഒരു ചെറിയ കാലയളവിലൊക്കെ നമ്മൾ ലിവർപൂള്, ചെൽസി തുടങ്ങിയ കമ്പനികൾക്കൊക്കെ നമ്മളെന്താ സ്പോൺസർഷിപ്പ് ഒക്കെ കൊടുത്തു. പിന്നെ അത് ഇവർ ലീഗലായിട്ട് ഉണ്ടാക്കിയ പൈസയൊക്കെയാന്ന് അറിഞ്ഞാൽ കൂടി അങ്ങനെ എന്തൊക്കെ പ്രശ്നം വന്നിട്ട് അവരതിൽ നിന്ന് റിമൂവ് ചെയ്തു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ മാർച്ച് 2022 ഇവരെതിരെ ബാങ്ക്രപ്റ്റിന് വേണ്ടിയിട്ടുള്ള കേസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തു. അതിനുശേഷം ഇവർ സൈപ്രസ് എന്ന് പറഞ്ഞ സ്ഥലത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇവരെ ആപ്പ്, ഓൺലൈനായിട്ടുള്ള ആപ്പുകൾ, ഓൺലൈൻ സൈറ്റുകളൊക്കെ കറന്റ് ആക്റ്റീവാണ്. നമ്മൾ ഈ കസിനോസിൽ പോയി കളിക്കുന്ന എല്ലാ ഗെയിംസും, ഒരുവിധ എല്ലാ പ്രൊഡിക്ഷൻ ഗെയിംസും, ഓൺലൈൻ ഗെയിംസ്, ഇന്റർനെറ്റിൽ കളിക്കുന്ന ഗെയിംസ് എല്ലാത്തിൻ്റെയും പ്രൊഡിക്ഷൻസ് നമുക്ക് അതിൽ ബെറ്റിങ് അഥവാ ട്രേഡിങ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്ക് ഇവരെ കൺവീനിയൻ്റ് ആക്കിയിട്ട് പലരും ഇതിൽ വന്ന് ചാടാനുള്ള കാരണം വെച്ചാൽ ഇവർ എല്ലാ പേയ്മെൻറ്റ് മെത്തേഡ്സും നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. UPI, നെറ്റ് ബാങ്കിങ്, അതുപോലെ തന്നെ നമ്മുടെ വാളറ്റ്സ് യൂസ് ചെയ്യാം, പിന്നെ ക്രിപ്റ്റോ കറൻസീസ്, പിന്നെ ഒരുതരം എല്ലാ കൺട്രിത്തെ പേയ്മെന്റ് മെത്തേഡ്സും വന്നിട്ട് ഇവർ എടുക്കാറുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ UPI ഉപയോഗിച്ചാൽ ചില 350 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് മിനിമം റീചാർജ്. ടോപ്പപ്പ് 350 രൂപ നമ്മൾ ആദ്യം ചെയ്യണം. പിന്നെ നെറ്റ് ബാങ്ക് ഒക്കെ ആകുമ്പോൾ ചിലതൊക്കെ 1000 രൂപ മിനിമം ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ വിഡ്രോ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ആഡ് ചെയ്ത മെത്തേഡ് ത്രൂ മാത്രമാണ് നിങ്ങൾക്ക് ഫണ്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ UPI ഉപയോഗിച്ചിട്ടാണ് ആദ്യം കയറി വെച്ചാൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. UPI ഉപയോഗിച്ച് തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ പിന്നെ ഈ ആപ്ലിക്കേഷൻ്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാ വെച്ചാൽ ഇതിൽ വന്നിട്ട് എന്താ പറയുക, റിയൽ ടൈം പ്ലേയേഴ്സ് ഒരുപാടുണ്ട്. നമ്മുടെ ഡ്രീം ലെവലിനെ പോലെ തന്നെ ക്രിക്കറ്റ്, കബഡി, ഫുട്ബോള്, വോളിബോൾ, ബാസ്കറ്റ് ബോൾ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിന് വന്നിട്ട് ഒരു റിയൽ ടൈം ബെറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് കളിക്കുന്ന ക്രിക്കറ്റും കാര്യങ്ങളുണ്ട്, സൈബർ, അങ്ങനത്തെ ലീഗ്സും ഉണ്ട്. നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കയറുന്ന ആൾക്കാരാച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ അതിൽ കൊണ്ടുപോയി പൈസ ഇടും, അത് സ്കാമാണ്, നിങ്ങളുടെ പൈസ അടിച്ചെടുക്കാറ്. ഇങ്ങനത്തെ ഗെയിംസിൽ നിന്നാണ് ഇവർ ഓൾമോസ്റ്റ് പൈസ ഉണ്ടാക്കുന്നത്. നിങ്ങൾ റിയൽ ടൈം ഗെയിംസിനൊക്കെ ഇപ്പം ബെറ്റ് ഓപ്ഷൻ വളരെ ചെറിയൊരു ലീവറേജ് ആയിരിക്കും. അതായത് നിങ്ങളിപ്പോൾ 10 രൂപയുടെ വെച്ചാൽ നിങ്ങൾക്ക് 20 രൂപയുടെ ബെറ്റ് വിൻ ചെയ്യാനുള്ള അങ്ങനത്തെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഈ സൈബർ ഗെയിംസിന്റെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 രൂപ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ 10 ഇരട്ടി അല്ലെങ്കിൽ 20 ഇരട്ടി, അതായത് 20 രൂപ ഇട്ട് 200 അല്ലെങ്കിൽ 400 രൂപയൊക്കെ ഉണ്ടാക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ അതിൽ കാണിക്കും. മിക്കതും വന്നിട്ട് നിങ്ങളുടെ പൈസ പോകും. ഓക്കെ, പിന്നെ ഒരു അൽഗോരിതം വന്നിട്ട് ഈ ഓൺലൈൻ ഗെയിംസിന്റെ ഒക്കെ ഭയങ്കര ഫണ്ണിയാണ്. ആദ്യം നിങ്ങൾ ഇട്ടുമ്പോഴൊക്കെ നിങ്ങൾക്ക് കിട്ടും, പിന്നെ നിങ്ങളുടെ പൈസ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഇമോഷണൽ വെച്ചിട്ടാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെയും ഇപ്പോൾ ഇങ്ങനത്തെ ട്രാപ്പിലും പോയി ചാടരുത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ആപ്പിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി ഞാൻ വന്നിട്ട് എൻ്റെ ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ ഒരു ചെറിയ സ്ക്രീൻ റെക്കോർഡ് വന്നിട്ട് നിങ്ങൾക്ക് കാണിക്കാം. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. 2 hours later.
ഓക്കെ, അപ്പോൾ വന്നിട്ട് നമ്മുടെ ആപ്പ് വന്നിട്ട് ലോഡായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് ഇതിൽ ലഭിക്കുക. അപ്പോൾ അതിൽ വന്നിട്ട് നമുക്ക് ഫസ്റ്റ് മെനു, ഈ മെനുവിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് മൈ അക്കൗണ്ട് കാണാം. ഈ മൈ അക്കൗണ്ടിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഇതിൽ വന്നിട്ട് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ മെയിൽ ഐ ഡി. ഇതിൽ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ മെയിൽ ഐ ഡി അല്ലെങ്കിൽ ഗൂഗിളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം തന്നെ ലോഗിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ രജിസ്ട്രേഷൻ അതിൽ കാണിക്കുന്നില്ല. നമുക്ക് പറഞ്ഞാൽ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൽ വന്നിട്ട് പ്രൊഫൈൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് അപ്ഡേറ്റ് ചെയ്യണം. നമ്മുടെ അഡ്രസ് പ്രൂഫ്, ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കണം. അപ്പോൾ അഡ്രസ് പ്രൂഫായിട്ട് നമുക്ക് വന്നിട്ട് നമ്മുടെ വർക്കിംഗ് കാർഡ്, അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഉപയോഗിക്കാൻ പറ്റുക. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിലും അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ സെക്യൂരിറ്റി ഒക്കെ ഹൈ ലെവൽ സെക്യൂരിറ്റി ഒക്കെ കാണിക്കുന്നുണ്ട്. എത്രത്തോളം വർക്കിംഗ് ആണെന്നറിയില്ല. ഒരു 6 ലെവൽ സെക്യൂരിറ്റി ഉണ്ട്. ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ട് അതുപോലെ മെയിൽ ഒക്കെ ബ്ലോക്ക് ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് ഏതെങ്കിലും ഒരു 1 മെത്തേഡാക്കി ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ പാസ്വേഡ് 90 ദിവസം കൊണ്ട് സെറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ വാട്സപ്പിലൊക്കെ കാണുന്ന 2 ഫാക്ടർ ഒതന്റിക്കേഷൻ, സെക്യൂരിറ്റി ക്വസ്റ്റൻസ്, സകലമായ സാധനങ്ങളും ഉണ്ട്. പിന്നെ വന്നിട്ട് നമ്മുടെ സൈനിങ് ഹിസ്റ്ററി വന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്നൊക്കെയാണ് നമ്മളിപ്പോൾ ലോഗിൻ ചെയ്തിട്ടുള്ളത്. ഇതിലൊക്കെ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഫണ്ണി ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ വെച്ചാൽ മാൽദീവ്സ് അങ്ങനെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ലോഗിൻ കാണിക്കുന്നുണ്ട്. ഇത് നമ്മൾ കയറുന്ന ഒരു VPN ഉപയോഗിച്ച് നമ്മളെ ഗവൺമെൻറ് പിടിക്കാതിരിക്കാൻ, കാരണം ഇത് ഇല്ലീഗലായിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇന്ത്യയിൽ. അതിനൊക്കെ വേണ്ടിയാണോ അവർ ചെയ്യണമെന്ന് അറിയില്ല, അതോ നമ്മുടെ അതൊക്കെ മോണിറ്റേർഡ് ആണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ വളരെ ഈ പറയുന്ന ലോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. നിങ്ങൾ എന്തായാലും ഒരു ടീമിൻ്റെ അണ്ടറിൽ മോണിറ്ററിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എല്ലാ വീഡിയോയിലും തുടക്കത്തിൽ പറയുന്നൊരു കാര്യമാണ്, നമ്മൾ വന്നിട്ട് യാതൊരുവിധ കാരണവശാലും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമേ ചെയ്യുന്ന, അല്ലാതെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടല്ല ആണ് പറയാറ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൽ വന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ വിഡ്രോ ചെയ്യണം, എങ്ങനെ അത് വന്നിട്ട് റീചാർജ് ചെയ്യണം, ഇതിൽ പ്രൊമോ കോഡിൻ്റെ കാര്യമൊക്കെ ഉണ്ട്. നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് വേറെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര്, മലയാളീസ് അധികം ചെയ്ത് കണ്ടിട്ടില്ല, തമിഴിലും ഹിന്ദിയിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് പ്രൊമോ കോഡ്സ് ഉപയോഗിച്ച് എങ്ങനെ കയറാം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് കോമൺ ആയിട്ടൊരു കാര്യം പറയാനുള്ളൂ, നമ്മൾ വന്നിട്ട് യാതൊരു കാരണവശാലും എന്താ പറയുക 100% ഞാനോ എൻ്റെ ചാനലിലോ വന്നിട്ട് ഈ വന്ന ആപ്ലിക്കേഷനിൽ കയറിയിട്ട് നിങ്ങളുടെ പൈസ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കളയാനോ ഒന്നും പറയല്ല. ഓക്കെ, ഇതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് നമ്മൾ ചെയ്യണം. നമുക്ക് ആരും തടുക്കാനുള്ള ഓപ്ഷനൊന്നും ഇല്ല. നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് ഇഷ്ടപോലെ ചെയ്യാം. അപ്പം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താ വെച്ചാൽ ആരും യാതൊരു കാരണവശാലും ഇങ്ങനത്തെ ആപ്ലിക്കേഷനിൽ നിന്ന് പോയി ചാടരുത്. പ്രത്യേകിച്ച് വന്നിട്ട് ഈ ഓൺലൈൻ ഗെയിമിങ്, റിയൽ ഗെയിംസിൽ ബെറ്റിംഗ് വെക്കുന്ന പോലെയല്ല. മറ്റേത് വന്നിട്ട് കംപ്ലീറ്റ്ലി അതവർ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളുടെ പൈസ 90% അല്ലെങ്കിൽ 100% നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാറ്. ഓൺലൈൻ ബെറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ, പൈസ ഉണ്ടാക്കാൻ എളുപ്പ വഴികൾ ഒരുപാടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുക, ഒരിക്കലും എളുപ്പമായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. പിന്നെ ഒന്നുകൂടി പറയാനുള്ളത്, നമ്മുടെ 395 സബ്സ്ക്രൈബേഴ്സ്, യു ഗൈസ് റോക്ക്. അപ്പോൾ ബൈ. என்ன பிடிச்ச அவ்வளவு கோடி பேர் காட்ட வெளியில